തെങ്ങുമലൊന്നും ഇല്ലല്ലോ. തെങ്ങുമ്മ ഇപ്രാവശ്യം വളത്തിരി കുറവായോണ്ട് കുറച്ച് വിളവെടുപ്പ് കുറവുണ്ട്. കൊലൊന്നും കാണില്ല. തേക്കണു 2 കൊല. മരുന്നൊക്കെ അടിക്കണ്ട? ആ മരുന്ന് ഞങ്ങൾ അടിക്കുന്നുണ്ട് ഡെയിലി. ഇത് ചെത്തൊക്കെ നടക്കണ്ട കറക്റ്റ്? ആ കള്ളിന്റെ പരിപാടി ഞാനും അവനും കറക്റ്റ് നോക്കുന്നുണ്ട് എന്നും. നോക്കണ്ടല്ലേ? പിന്നെ മുതലാളിക്ക് അറിയാലോ 20 ഏക്കർ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ പേരിലാണ് നിന്നെ ഞാൻ ഏൽപ്പിച്ചതിനെ മുന്നോട്ട് കൊണ്ട് പോണത്. അതിലൊരു നെറുവേട് ഞങ്ങൾ കാണിക്കില്ല. കാണിക്കരുത്. ഓക്കെ മുതലാളി ഇവന്മാരുണ്ടല്ല പഠിച്ച കള്ളന്മാരാ. ഏയ് അങ്ങനൊന്നും വരാൻ വഴിയില്ല, നല്ല പിള്ളേരെ. ചായക്കടയിൽ ഇരുന്ന് പറയുന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാ. ഈ 2 കൂടിയിട്ട് ഇവിടെ നിന്ന് നാളികേര കടത്താന്ന്. മറ്റേ ചെക്കനും ഇല്ലേ, തെങ്ങാറ്റക്കാരൻ ചെക്കനും, അവനും കൂട്ടിയിട്ട് ഇവിടെ നിന്ന് നാളികേരം അടയ്ക്ക, അങ്ങനെ എല്ലാതും ഇവിടെ നിന്ന് കടത്തി. അന്ന് നമുക്ക് അവരൊന്ന് പരീക്ഷിക്കണല്ല. അന്ന് നീ അവരെ വിളിച്ചേ. ശശിയാ, ഞാൻ 2 ആഴ്ച ഇവിടെ ഉണ്ടാവില്ല കേട്ടാ. ബാംഗ്ലൂർ പോവാണ്. ചെറുമക്കളെയും കൊണ്ട് വരുള്ളൂ. അപ്പൊ നീ കാര്യങ്ങൾ കംപ്ലീറ്റ് നോക്കിക്കോളാട്ടാ. തെങ്ങുമലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളന്ന്. ശരി മുതലാളി, ഞങ്ങൾ ഇവിടുത്തെ പറമ്പും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് വെടുപ്പായിക്കൊണ്ട് അല്ലേ. ഇന്ന് ഞങ്ങൾ നന്നായി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന നാളെ തൊട്ട് അല്ലേ. ഉണ്ടായിച്ചിട്ട് എന്നാൽ ഞങ്ങൾക്ക് അവിടെ പണിയുണ്ട്. ശരി മുതലാളി. അതേ മുതലാളിയും കുടുംബം ബാംഗ്ലൂർ പോവാ. ഏത് ചെറുമക്കളെ കൊണ്ടുവരാൻ വേണ്ടി. ഇന്ന് തന്നെ ഇവിടുത്തെ നാളികേരം ഫുള്ള് വെക്കണം. ഒരു ഇരുട്ടായി കഴിഞ്ഞാൽ പണി തുടങ്ങാം. കഴിഞ്ഞ പ്രാവശ്യം മറ്റൊന്നും പ്രതീക്ഷിക്കണ്ടേ ഈ പ്രാവശ്യം? അതെന്താ? കഴിഞ്ഞ ആഴ്ചയിലെ കൊണ്ടൊക്കെ കട്ട് വിറ്റത്. ശരിയാണല്ലോ. ആ വെളിച്ചെണ്ണക്ക് എത്ര കിലോന് ഇപ്പോ? 450 രൂപ വെളിച്ചെണ്ണക്ക്. ആണാ? നമ്മുടെ ഭാഗ്യേട്ടത്. അപ്പൊ ഒന്ന് പൊളിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് മണ്ടന്മാര് വിശ്വസിച്ചിട്ടാ. നമുക്ക് ഇന്ന് ഇവിടെ തന്നെ വിളിച്ചിരിക്കട്ടാ. പിടിക്കണം. ശരിയാണ് മുതലാളി, നമ്മരെ പൊക്കണം, നമുക്കൊന്ന് തകർക്കണം. മൂത്ത കോലൊക്കെ നോക്കിട്ട് വലിച്ചിട. എന്താ നീ ആണാണോ പെണ്ണാണോ നോക്കോ? കേറങ്ങട്. മുതലാളി മുതലാളി മിണ്ടല്ലേ. മുതലാളി മിണ്ടല്ലേ. കള്ള നീ നാളികേരം കരുതടാ. മുതലാളി നാളികേരം കട്ടതല്ല മുതലാളി. പിന്നെ എന്തുട്ട് പരിപാടി മുതലാളി കാണിച്ചത്? നീ നാളികേരം കരുതലടാ. എന്തുട്ട മുതലാളി ഇങ്ങനെ ഒച്ചവിളി എടുക്കാൻ പാടണ്ട. മുതലാളിയുടെ 2 പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ. എന്താ കാരണം? മേലെ തത്തമ്മയായിരുന്നു. ഞങ്ങൾ തത്തമ്മനെ പിടിക്കാൻ കയറിയതല്ലേ. തത്തമ്മേ? മുതലാളിയുടെ മക്കള് വരുന്നുണ്ട്, ചെറുമക്കള് വരുന്നെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ കുറക്കിന്റെ ഇടയിൽ 2 തത്തക്കുട്ടികൾ ഇരിക്കണ്ടായിരുന്നു. അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവനൊക്കെ ഗേറ്റ് ചെയ്ത്. ഇപ്പൊ എന്തുട്ടായി? ആ തത്തക്കുട്ടിയും പോയി, ഒക്കെ പോയി. വെറുതെ ആവശ്യമില്ലാണ്ട്. ഞാൻ പറഞ്ഞതല്ലേ അവൻ അങ്ങനൊന്നും ചെയ്യില്ല എന്നുള്ളത്. നീ ഇവനാണോ? എന്തെന്നാ പറയാ? ഞാൻ ഇനിയിപ്പോ തത്തനെ അവിടെ നിന്ന് പോയി പിടിക്കും. അച്ഛൻ അപ്പൂപ്പന്മാരെ കാലം തൊട്ടുള്ള ചെക്കനാ. കുഴപ്പമില്ല മുതലാളി.